വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും. പാർട്ടിയെ ചതിച്ച വഞ്ചകർക്ക് ഇതിലും വലിയ പണി ഇനി കിട്ടാനില്ല. ഇക്കാര്യത്തിൽ വളരെ കൃത്യമായ ഒരു ഇടപെടൽ തന്നെയാണ് കോൺഗ്രസ് എന്ന പാർട്ടി ഇന്ന് നടത്തിയിരിക്കുന്നത്. BJPയെ അധികാരത്തിലെത്തിക്കാൻ സ്വന്തം പാർട്ടിയും ആശയങ്ങളും വലിച്ചെറിഞ്ഞു പോകുന്ന എല്ലാ നേതാക്കന്മാർക്കുമുള്ള തിരിച്ചടിയാണ് കോൺഗ്രസിന്റെ ഈ തീരുമാനം. പറഞ്ഞു വരുന്നത് ഗോവയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ചാണ്. അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഏറെ പ്രതീക്ഷ പുലർത്തുന്ന ഒരു സംസ്ഥാനമാണ് ഗോവ എന്നുള്ളത്. 2017 ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 40 അംഗ നിയമസഭയിൽ കോൺഗ്രസ് ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റകക്ഷി. 17 സീറ്റുകളായിരുന്നു അന്ന് കോൺഗ്രസിന് ലഭിച്ചത്. BJPക്ക് ആകെ 13 സീറ്റുകളാണ് ലഭിച്ചിരുന്നത്. പ്രാദേശിക കക്ഷികളുമായി സഖ്യമുണ്ടാക്കി കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്ന് ഉറപ്പായ നേരത്തായിരുന്നു തന്ത്രപരമായ നീക്കങ്ങളിലൂടെ BJP ഗോവയുടെ അധികാരത്തിലെത്തുന്നത്. പ്രാദേശിക കക്ഷികളായ മഹാരാഷ്ട്രവാദി ഗോമന്ത് പാർട്ടിയുമായും ഗോവ ഫോർവേഡ് പാർട്ടിയുമായും അവസാന നിമിഷത്തിൽ സഖ്യമുണ്ടാക്കി BJP ഗോവയിൽ ഭരണം ഉറപ്പിച്ചു. BJPക്ക് അധികാരം ലഭിച്ചതോടെ കോൺഗ്രസിലെ 10 MLA-മാരെ BJP തങ്ങളുടെ പാളയത്തിലെത്തിച്ച അധികാരം സുരക്ഷിതമാക്കി. കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ചെത്തിയ MLA-മാർക്ക് മന്ത്രിസ്ഥാനവും BJP അന്ന് നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും ഗോവയിൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കോൺഗ്രസ് വിട്ട BJPയിലെത്തിയ എല്ലാ MLA-മാരെയും BJP കൈയൊഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ഇനി നിങ്ങളെ ആവശ്യമില്ലെന്നും ഞങ്ങളുടെ പാർട്ടിയിലെ നേതാക്കളെ വെച്ച് തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടുമെന്നും പ്രഖ്യാപിച്ചാണ് BJP മറുകണ്ഠം ചാടിയെത്തിയ എക്സ് കോൺഗ്രസ് MLA-മാരെ കറിവേപ്പില പോലെ പുറത്താക്കാൻ ശ്രമിക്കുന്നത്. BJP കറിവേപ്പില പോലെ പുറത്താക്കുമെന്നും ഉറപ്പായതോടെ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച BJPയിലേക്ക് ചേക്കേറിയ MLA-മാർ കോൺഗ്രസിലേക്ക് തന്നെ തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ്. പാർട്ടിയിൽ തിരിച്ചെടുക്കണമെന്നും അടുത്ത തവണ മത്സരിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് അന്ന് മറുകണ്ഠം ചാടിയ 10 MLA-മാരിൽ 5 MLA-മാർ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തെ സമീപിച്ചിരിക്കുന്നത്. BJP അടുത്ത ഇലക്ഷനിൽ തങ്ങൾക്ക് സീറ്റ് നൽകില്ല എന്ന് ഉറപ്പായതോടെയാണ് ഈ MLA-മാർ വീണ്ടും കോൺഗ്രസിനെ സമീപിച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടെ കോൺഗ്രസ് ശക്തമായ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം. ഇത്തരത്തിൽ അധികാരത്തിന് വേണ്ടി മറുകണ്ഠം ചാടുന്നവരെ ഒരു പാഠം പഠിപ്പിച്ച് മതിയാകുമെന്നും ഒരു കാരണവശാലും ഇവരെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നില്ലെന്നും ഗോവ കോൺഗ്രസ് അധ്യക്ഷൻ ഗിരീഷ് ചോടങ്ക വ്യക്തമാക്കിയിട്ടുണ്ട്. പാർട്ടിയെ ചതിച്ചവർക്കെതിരെ വലിയ രീതിയിലുള്ള ജനവികാരം ഉണ്ടെന്നും BJP ടിക്കറ്റിൽ മത്സരിച്ചാൽ ഇവർക്കെതിരെ ഗോവയിലെ ജനങ്ങൾ ശക്തമായ മറുപടി നൽകുമെന്നും ഇക്കൂട്ടർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നേതാക്കളുടെ കൂറുമാറ്റങ്ങൾ മൂലം കോൺഗ്രസിന് ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല. എല്ലാ സീറ്റിലും യോഗ്യമായ 2-3 പേർ ഇന്ന് കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. നല്ല സ്ഥാനാർത്ഥികൾക്ക് ഒരു കുറവുമില്ലാത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്നാണ് ഗോവ കോൺഗ്രസ് അധ്യക്ഷൻ ചൊടങ്കർ വ്യക്തമാക്കിയത്. എന്നാൽ ഗോവയിലെ ചില കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഇവരെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കണമെന്നാണ്. എന്നാൽ ബഹുഭൂരിപക്ഷം വരുന്ന കോൺഗ്രസ് നേതാക്കളും പറയുന്നത് ഇത്തരത്തിലുള്ള വഞ്ചകരെ ഒരു കാരണവശാലും പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കരുത് എന്നാണ്. കൂടാതെ ജനവികാരവും ഈ കൂറുമാറിയ MLA-മാർക്കെതിരെയുണ്ട്. ഇവരെ കോൺഗ്രസ് പാർട്ടിയിൽ തിരിച്ചെടുക്കരുത് എന്നും ഇവർ കോൺഗ്രസ് പാർട്ടിയുടെ ഓഫീസുകളിൽ കയറിയാൽ ഇവരുടെ കാല് തല്ലിയൊടിക്കുമെന്നാണ് ഗോവയിലെ കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. ഏതായാലും BJPക്ക് വേണ്ടി കോൺഗ്രസ് എന്ന പാർട്ടിയെ മറന്ന് BJPയിലേക്ക് മറുകണ്ഠം ചാടിയ MLA-മാർ ഇപ്പോൾ പെരുവഴിയിലായിരിക്കുകയാണ്. BJPയും കൈവിട്ടിരിക്കുകയാണ്, ഒപ്പം കോൺഗ്രസും ഇവരെ കൈവിട്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.